ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആണല്ലേ. ഇന്നത്തെ ദിവസം വലിയ പെരുന്നാൾ ദിവസമാണിന്ന്. അപ്പം ആ ഒരു ദിവസത്തെ ഒരു വ്ളോഗാണിന്ന്. വ്ളോഗ് എന്നൊന്നും പറയല്, ഒരു കുഞ്ഞൊരു അൺബോക്സിങ്. കുഞ്ഞിനെന്ന് പറയില്ല, 50 റുപ്യേൻ്റെ സാധനമാണത്. അത്യാവശ്യം വില കണ്ട്. എനിക്കത് അത്യാവശ്യം വില ഉണ്ട്, നിങ്ങൾക്കൊക്കെ അങ്ങനെ എനിക്കറിയില്ലല്ലോ. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചോ. എവിടെയാണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ. എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ആകെ 26-30 അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് എത്തണം. നമുക്കൊരു 100 ആക്കണം. 100K, 1 മില്യൺ, 1K ഒക്കെ ആക്കേണ്ടിടാ. പിന്നെ എൻ്റെ മെയിലാഞ്ചി ഏട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എൻ്റെ അമ്മേൻ്റെ ഏട്ടത്തിൻ്റെ മോളിട്ടാണ് അനിമോള്. കാണാണ് എന്നുള്ള കമൻ്റ് ഇടാണ്. എന്താണ് സാധനം ഞാൻ കാണിച്ചു തരാം. എന്താണെന്നറിയോ? കിൻഡർ ജോയിൻ്റെ പലത് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം. കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. കുലുക്കിയിട്ട് എടുക്കുക, എന്നാൽ ഇതിമിൽ നിന്നുള്ള ക്യാരക്ടറിൻ്റെ എന്തെങ്കിലും ചിഹ്നം കിട്ടുമെന്ന്. ഞാൻ ഹാരി പോട്ടർ വാങ്ങിയെന്ന് കുലുക്കിയിട്ടെടുത്തു. എന്നിട്ട് എനിക്ക് ട്രെയിനാണ് കേട്ടോ കിട്ടിയത്. ഷോക്ക്. അതുകൊണ്ടാണ് ഞാൻ കുലുക്കിയിട്ട് തന്നെയാണ് എടുത്തത്. കുറേ വീഡിയോസ് തന്നെയാണ് പഠിച്ചേക്കാം. അൺബോക്സിങ് കൂടിയാണ്. എൻ്റെ വീട്ടിൽ വിരുന്നേരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒത്തു നോക്കണം. ആരെങ്കിലൊക്കെ എത്തി നോക്കി കഴിഞ്ഞാൽ നമ്മൾ അയച്ചാൽ മതി. കുലിങ്ങനുണ്ട്, എന്തോ ഒരു പാട്ട സാധനം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. നോക്കാം, എന്തോ ഒരു ലൊട്ടൊടുക്ക് സാധനമാണ്. അയ്യേ ഇതെന്താ? ഇതെന്താ? ഇതാണ് എനിക്ക് കിട്ടിയത്. ഞാൻ കുറേ നെക്കി നോക്കി, എന്നിട്ട് എനിക്ക് തന്നെ കിട്ടിയത്. ഇതെന്താ അറിയില്ല. നമുക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടെങ്കിലും ബുക്കും പേപ്പറൊന്നും ഇല്ലാതായി. ചെയ്യലാണ് അതിൻ്റെ രസം. പക്ഷേ കുറച്ചേരൊക്കെ ഇരുന്നു, എന്നിട്ട് കിട്ടുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പറയാനുള്ള കാരണം വരുന്നില്ല. ഇത് ഇങ്ങനെയാണ് കാണിക്കണേ. ഇൻട്രസ്റ്റിംഗ് ആണോ വെച്ചാൽ അത്യാവശ്യം. സൈഡിൽ ഇങ്ങനെയാണ് കാണിച്ചത്. അങ്ങനെ എൻ്റെ ഈ കുത്തുള്ളിടത്തേക്കാണ് വെക്കേണ്ടത്. ഇങ്ങനെയാണ് കാണിച്ചത്. എന്നിട്ട് ഇതിങ്ങനെയാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ സ്റ്റിക്കറുണ്ട്. ഒരു സ്റ്റിക്കർ തമ്മിലുണ്ട്. ആ സ്റ്റിക്കർ ഇതാണ്. ഈ സ്റ്റിക്കർ നമുക്ക് ഫീൽ ചെയ്യാം. ഇത് ചെയ്തിട്ടുണ്ട്. അത് ഒട്ടിക്ക് മഞ്ഞമ്മലല്ല കേട്ടോ, നമുക്ക് ഇതിമിലാണ് ഒട്ടിക്കേണ്ടത്. ഇതിമിലല്ലേ ഇതിൻ്റെ ഒരു കുത്തിക്കാൻ. ഇതൊരു സംഭവം എന്താണെന്ന് എനിക്കിപ്പോഴും പെരിയിട്ടില്ല. പിന്നെ ഇതിൽ പറയണത് എന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സാധനം ഇങ്ങനെ ഉണ്ടല്ലോ. ഇത് സ്റ്റിക്കറാണ്, പക്ഷേ ഇതിങ്ങനെ കട്ട് ചെയ്യാനും പറ്റിയൊരു ഓപ്ഷൻ ഉണ്ട് ഇതിന്. ഇങ്ങനെ കുത്തുണ്ട്. ആ കുത്തുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുക. ഈ യെല്ലോൻ്റെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് വെച്ചിട്ട് ഇത് അടയ്ക്കുക. അപ്പോൾ ഇതിലൊരു കയറും, കുഞ്ഞു കയറാണ്. ഇതിനിപ്പോൾ എങ്ങനെ വെച്ചെടുക്കുന്നതാണ് എൻ്റെ അടുത്തൊരിത്. അപ്പം നോക്കിയത് ഇത് ഇങ്ങനെ. ഇതൊരു കീ ചെയിനാണ് ഗൈസ്. കീ ചെയിൻ ഒലക്ക ഞാനല്ലേ വേറെ നീ വാങ്ങി. കീ ചെയിനാണ് എനിക്കിഷ്ടപ്പെട്ട സാധനം. കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നുകൂടെ വാങ്ങി നോക്കണം. ഇതന്നെ ഞാൻ സോപ്പിട്ടിട്ടാണ് വാങ്ങിയത്. സോപ്പിട്ടിട്ട് കിട്ടുമെന്ന് അറിയില്ല. ഇതെന്ത് കയറാത്ത? ഗൈസ് ഇൻ്റത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഞാനിപ്പോൾ തന്നെ എന്തോ പ്രശ്നമാണത്. എല്ലാ രീതിയിൽ എനിക്കുണ്ടാവുക. പക്ഷെ കിൻഡർ ജോയിനെക്കാട്ടി എനിക്ക് തോന്നണത് വേറെ ഏതുമില്ല. ഇങ്ങനെയൊന്നും മനസ്സിലാവണം. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടോ വെച്ചാൽ ഇത്തിരിയൊക്കെ ഉണ്ടാകുമായിരിക്കും.
ഇനി കീറുണ്ട്. പക്ഷെ ഞാൻ അപ്പം കയറ്റിയപ്പോൾ റെഡി ആയിട്ടോ. ഇപ്പം കയറ്റിയപ്പോൾ പുറത്തേക്ക് കയറ്റി. ചൂടും പോയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യം പിടിക്കണം. അപ്പം നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. എന്താണ് വീഡിയോ പടക്കം ഗൈസ്? ഞാൻ പറഞ്ഞില്ലേ ഓരോന്നുണ്ടാവുക ഇങ്ങനെ പാടി വെക്കാനൊക്കെ ആയിട്ട്. ഒരിക്കൽ അറിയാൻ വീഡിയോ എടുക്കണം, എന്നാലും നോക്കും. അവരെല്ലാവരും കളിയാക്കും തന്നെ. അയ്യോ വലിയ സബ്സ്ക്രൈബറൊന്നും ഇല്ല എനിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കണ്ടേ, അങ്ങനെയല്ലാതെ അല്ലേ വിചാരിച്ചു. ഇത് നമുക്കിങ്ങനെ സ്റ്റെയിൻ സ്റ്റിക്കറായിട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും നല്ലത്. തൽക്കാലം ഇപ്പം ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കീ ചെയിനാണെന്നാണ് പറയുന്നതിൽ. ബാഗിലൊക്കെ തൂക്കിയിട്ടുള്ള ഒരു ചിഹ്നമൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് ഞാൻ കേട്ട് നോക്കിയത്. ഇവിടെ ഇത് ഈ ഒരു സാധനം സ്റ്റെപ്പ് എത്ര 5ാമത്തെ സ്റ്റെപ്പിലാണ് നോക്കിയത്. 5ാമത്തെ സ്റ്റെപ്പ് ഒരു ലുക്ക് സാധനമാണ്. എനിക്ക് ട്രെയിന് ഇതിനോട് ഒന്നുകൂടെ നല്ല എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇത്ര പണിയൊന്നും ഇല്ല. ഇത് ഇങ്ങനെ നമുക്ക് ആക്കി ഇതിങ്ങനെ വെച്ചാലും മതി. എന്നിട്ട് അത് മതി. നിങ്ങളറിഞ്ഞ് പ്രയാസമൊന്നും വരണ്ട കേട്ടാ. ഇവര് പൊട്ടന്മാരാണെന്ന് എനിക്ക് തോന്നണേ. ഇതിൻ്റെ അതിൻ്റെ ഉള്ളിലൂടെ വെച്ചിട്ട് ഇവിടെ എന്തത് ബലി പെരുന്നാളാണല്ലോ. വീട്ടിലൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ അടുത്തുള്ള സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഇങ്ങനെ പറയുന്നത്. ഇതിൽ ഒരു കുഞ്ഞി കിച്ചൺ വീണായി. നിങ്ങളെല്ലാവരും ബലി പെരുന്നാളായിട്ട് എന്തൊക്കെയോ ഇടയ്ക്കൊക്കെ പോയി കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് സാധനം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ സിമ്പിൾ ചിലപ്പോൾ ഉണ്ടാവാറില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടു കമ്മലൊക്കെ ആക്കാൻ പറ്റും. കിട്ടിയിട്ട് കമ്മലൊന്നും വേണ്ട, ഇത്രേ ഉള്ളൂ. ഇനി ചിൻഡ്രൻ വേറെ നല്ല കേസ് നമ്മുടെ കുണ്ട്രജോയിലെ മെയിൻ തരമായിട്ടുള്ള ചോക്ലേറ്റ്. ഇതെല്ലാം ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് എനിക്ക് മറ്റേതോടെ പേപ്പറിൽ ആദ്യം വേറൊന്നുണ്ട്. അത് നല്ലതേ. ഇതിൻ്റെ ഒരു ഉണ്ടൻ്റെ ക്രിസ്പി ആൻഡ് സോഫ്റ്റ്. അത് ക്രീം നിങ്ങളെ അറിയും. ഇപ്പോൾ അന്ന് കുട്ടികൾ അതേപോലെ കസിൻസ് ഉണ്ടായിരുന്ന ഓർക്കൊന്നും കൊടുക്കാൻ ഒറ്റ തിന്നാണ് അല്ലട്ടോ. ഇതെല്ലാവർക്കും ഉണ്ടേനും ഇവിടെ. നിങ്ങൾ ഓരോന്ന് തെറ്റിദ്ധരിച്ചിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാനുണ്ടാവാനോ പറയാം. വാവ്,
ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഇന്നത്തെ അടിപൊളിയാണ്. എന്നാലും ഈ ലൊട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബൈ ബൈ.